വിമാനം വീണു, പക്ഷെ വീണില്ല. എന്നാലും വീണു, പക്ഷെ വീണില്ല. എന്താ സംഭവം? നമ്മൾ ഈ കിളിമാസുകളിൽ കളിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അതെ. ചിലർ പറയും വീണു, ചിലർ പറയും വീണില്ല. ഇപ്പോൾ ഒരാൾ വീണു എന്ന് പറഞ്ഞു, പ്രതിപക്ഷം വീണ്ടും അത് ഏറ്റെടുത്തു. അതിൻ്റെ കോലാഹലം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഗതി നടന്നു കഴിഞ്ഞ 10-ാം തീയതിയാണ്. ഇന്തോനേഷ്യയിലാണ് സംഭവം. അത് ഇന്ത്യയുമായി ബന്ധം, അതായത് നമ്മൾ നയതന്ത്രപരമായി സഹകരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ. അപ്പോൾ അവിടുത്തെ ഇന്ത്യൻ എംബസിയിൽ ഒരു സെമിനാർ നടന്നു. അപ്പോൾ അതിൽ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യയുടെ ഡിഫൻസ് അറ്റാഷെ നേവി ക്യാപ്റ്റൻ ശിവകുമാർ, ഈ ശിവകുമാർ അവിടെ ഒരു വിഷയം അവതരിപ്പിക്കുകയായിരുന്നു. അതായത് ഒരു സെമിനാറിൽ പങ്കെടുത്ത് ഒരു വിഷയം അവതരിപ്പിക്കുകയായിരുന്നു. ആ വിഷയം അവതരിപ്പിക്കുന്നതിനിടയിൽ അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ വമ്പൻ വിവാദമായി. പരാമർശം എങ്ങനെയായിരുന്നു? ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇന്ത്യൻ സേനയ്ക്ക് ചില വിമാനങ്ങൾ നഷ്ടമായി. ആ ഒരു വാചകം മാത്രം അടർത്തിയെടുത്തുകൊണ്ട് വലിയ കോലാഹലം ഉണ്ടായി. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യൻ വ്യോമസേനയുടെ ചില വിമാനങ്ങൾ നഷ്ടമായി. പിന്നെ അദ്ദേഹം അതിൻ്റെ അനുബന്ധമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു. അതാരും പരിഗണനക്കെടുത്തില്ല. ഈ ഒരു വാചകം മാത്രം ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ വലിയ വാർത്തയായി. ഇവിടുത്തെ പ്രതിപക്ഷം ഉറഞ്ഞു തുള്ളി. പഴയ പോലെ ജയറാം രമേശൊക്കെ അടക്കം രംഗത്ത് വന്നു. ഈ സമയങ്ങളിൽ മാത്രമേ ജീവനോടെ ഉണ്ടെന്ന് അറിയിക്കുള്ളൂ. ജയറാം രമേശ് പറഞ്ഞ, അതായത് ഇതിലൊരു സുതാര്യത വരുത്തണം. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത സർക്കാർ വരുത്തണം. പിന്നെ പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുക്കണം. പ്രതിപക്ഷത്തിൽ നിന്ന് ഈ കാര്യങ്ങൾ എന്തിനും ഒളിച്ചു വെക്കുന്നു, ഉള്ള കാര്യങ്ങൾ പ്രതിപക്ഷവുമായിട്ട് പങ്കുവെക്കണമെന്ന് പറയുന്നു. ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കണം. ഓപ്പറേഷൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അതായത് ജനപ്രതിനിധികളുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ എല്ലാവരെയും വിളിച്ചു ചേർത്തിട്ട് എന്താണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ചെയ്തത്, വള്ളി പുള്ളി തെറ്റാതെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. പിന്നെ പാർലമെന്റിൽ ഒരു പൊളിറ്റിക്കൽ സെഷൻ നടത്തണം. ഒരു സമ്മേളനം വിളിച്ചു ചേർത്തിട്ട് പൊതു ചർച്ച നടത്തണം. ഇത്രയൊക്കെയാണ് ജയറാം രമേശ് പറഞ്ഞത്. പക്ഷേ പവൻ ഖേര എന്ന് പറയുന്ന മറ്റൊരു കോൺഗ്രസ് നേതാവ് കുറച്ചുകൂടി കടന്നാണ് ആക്രമിച്ചത്. അതായത് രാജ്യസുരക്ഷയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വലിയ വിട്ടുവീഴ്ച ചെയ്തു എന്നാണ് പറയുന്നത്. അതായത് രാജ്യസുരക്ഷയ്ക്ക് അതിനെ പ്രഥമ പരിഗണന കൊടുക്കാതെ സ്വന്തം പൊളിറ്റിക്കൽ ബിൽഡപ്പിന് മാത്രമാണ് ഈ രണ്ട് നേതാക്കൾ പ്രാധാന്യം കൊടുത്തത്. പിന്നെ കോൺഗ്രസ് പാർട്ടി ഇത് ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് നടത്തുന്ന വെളിപ്പെടുത്തലുകളെക്കുറിച്ച് ഭരണ നേതൃത്വം വല്ലാണ്ട് ഭയപ്പെടുന്നു. ഇതാണ് പവൻ ഖേര. പ്രതിരോധ മന്ത്രിയും മോദിയും ഒക്കെ അവർ രണ്ടും രാഷ്ട്രീയ പാർട്ടികളിലുള്ളവരാണ്. ഇന്ത്യൻ സൈന്യത്തിന് എന്ത് പാർട്ടി? അതായത് ഇന്ത്യൻ സൈന്യം ഇക്കാര്യത്തിൽ നേരത്തെ നിലപാട് പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ, അദ്ദേഹം സിംഗപ്പൂരിൽ ഒരു ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ബ്ലൂംബർഗ് എന്ന് പറയുന്ന ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സമാനമായ കാര്യം അന്നും പറഞ്ഞിരുന്നു. അത് വലിയ വാർത്തയായിരുന്നു. അതായത് അദ്ദേഹം തുറന്ന് സമ്മതിച്ചു, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ചില സൈനിക വിമാനങ്ങൾ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാൻ പറയുന്നത് പോലെ ഇന്ത്യയുടെ 6 വിമാനങ്ങളൊന്നും നഷ്ടമായിട്ടില്ല. ചില വിമാനങ്ങൾ ചില സാങ്കേതിക തകരാറ് കൊണ്ടോ മറ്റോ നമ്മൾ താഴെ ഇറക്കി, അല്ലെങ്കിൽ തകർന്നു എന്ന് തന്നെ അദ്ദേഹം ഒരു വ്യംഗ്യനിര അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് തിരിച്ചടിച്ചു എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ രണ്ട് ഭാഗത്തും നഷ്ടങ്ങൾ സംഭവിക്കില്ല. അത് ആ കാര്യവും സൈന്യം തന്നെ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. ഒരു ഏറ്റുമുട്ടൽ സമയത്ത് നഷ്ടങ്ങൾ സ്വാഭാവികമാണ്. അത് നമ്മൾ എന്താണോ ലക്ഷ്യം വെച്ചത് നേടിയോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനമെന്നാണ് അന്ന് സൈന്യം വിശദീകരിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ വിവാദം ഉണ്ടാകാൻ കാരണക്കാരനായ ക്യാപ്റ്റൻ ശിവകുമാർ ഞാൻ പറഞ്ഞ ആ ഒരു വാചകം മാത്രമാണ് ഇവർ അടർത്തിയെടുത്തത്. അതായത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇന്ത്യൻ സേനയുടെ വ്യോമസേനയുടെ ചില വിമാനങ്ങൾ നഷ്ടമായി. ആ ഒരു വാചകം മാത്രമേ അടർത്തിയെടുത്തുള്ളൂ. ഇനി അയാൾ എന്താണ് പൂർണ്ണമായും പറഞ്ഞതെന്ന് അറിയണമല്ലോ. അയാൾ പറഞ്ഞത്, നമ്മൾ 6-ാം തീയതി പുലർച്ചെയാണ് ഈ ആക്രമണം തുടങ്ങിയത്, ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങി വെച്ചത്. ആദ്യം ചെയ്തത് നമ്മൾ പാകിസ്ഥാൻ്റെ വ്യോമമേഖല കടന്ന് അങ്ങോട്ട് ചെന്നിട്ട് അവിടുത്തെ ഭീകര കേന്ദ്രങ്ങൾ ബോംബിട്ട് തകർത്തു. നമ്മുടെ വിമാനങ്ങളാണ് അങ്ങ് ചെന്നത്. അപ്പോൾ നമുക്ക് തിരിച്ചടി ഉണ്ടായി എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇന്ത്യൻ സർക്കാർ അല്ലെങ്കിൽ ഇന്ത്യയുടെ സൈനിക നേതൃത്വം അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും പാകിസ്ഥാൻ സേനയെയോ പാകിസ്ഥാൻ സേനയുടെ സാധന സാമഗ്രികളെയോ പാകിസ്ഥാനിലെ ജനങ്ങളെയോ ആക്രമിക്കരുതെന്ന കർശന നിർദ്ദേശം നമ്മുടെ സൈന്യത്തിന് കൊടുത്തിരുന്നു. അതുകൊണ്ട്
ഈ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് നമ്മൾ ആക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായും പാക് സൈന്യം പ്രതികരിക്കുമല്ലോ. അവർ നൽകിയ തിരിച്ചടിക്ക് അതേ തൂക്കത്തിൽ മറുപടി കൊടുക്കാൻ നമുക്ക് സാധിച്ചില്ല. സ്വാഭാവികമായും പാകിസ്ഥാൻ്റെ തിരിച്ചടിയിൽ നമുക്ക് നാശം ഉണ്ടായിട്ടുണ്ടാവും. കാരണം നമ്മൾ അങ്ങോട്ട് പാകിസ്ഥാൻ സൈന്യത്തെ ആക്രമിക്കാൻ നമുക്ക് ഉത്തരവുണ്ടായിരുന്നില്ല. എന്നാൽ അതിനുശേഷം നമ്മൾ ആ പറയുന്ന യുദ്ധതന്ത്രം മാറ്റി. അതിനുശേഷം കാരണമുണ്ട്. ഇതിനുശേഷം പാകിസ്ഥാൻ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് പിന്നെ തിരിച്ചടി കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ലാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ഇന്ത്യ തിരിച്ചടിച്ചു. ആദ്യം തിരിച്ചടിച്ചത് പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് കളയുക എന്നുള്ളതായിരുന്നു. അതിനുശേഷം നമ്മൾ ബ്രഹ്മോസ് മിസൈലുകളടക്കം ഉപയോഗിച്ച് ആക്രമണം നടത്തിയപ്പോൾ നമ്മളെ ഉദ്ദേശിച്ച ലക്ഷ്യം കുറേ കൂടി ലളിതമായി എന്താ പറയുക, വളരെ ലളിതമായതങ്ങ് നേടാൻ സാധിച്ചു എന്നാണ് ശിവകുമാർ പറയുന്നത്. അതുമാത്രമല്ല, പുള്ളി പറയാൻ ഉദ്ദേശിച്ച് എങ്ങനെയുള്ളൂ, ഇന്ത്യയുടെ സൈന്യം എന്ന് പറയുന്നത് ഇവിടുത്തെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ്. സർക്കാരിൻ്റെ ഉത്തരവില്ലാതെ ഇവിടെ സൈന്യം പ്രവർത്തിക്കില്ല. സർക്കാർ എന്താണ് അവർക്ക് ഉത്തരവ് കൊടുത്തിരുന്നത്? ഈ പറയുന്ന ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർക്കാനാണ് ഉത്തരവ് കൊടുത്തത്. എന്നാൽ പാക് സൈന്യത്തെയോ അവിടുത്തെ സാധാരണ ജനങ്ങളെയോ ലക്ഷ്യമിടാനായിട്ട് നമ്മൾ ഉത്തരവ് കൊടുത്തിരുന്നില്ല. അപ്പോൾ സൈന്യത്തിന് കിട്ടിയ ഉത്തരവ് അതേപടി പാലിക്കുകയാണ് ചെയ്തത്. കാര്യം ഇവിടുത്തെ സൈന്യം ഇവിടുത്തെ ഭരണത്തിൻ്റെ കീഴിൽ വരുന്ന സംവിധാനമാണ്. എന്നാൽ മറ്റ് ചില രാജ്യങ്ങളിൽ ഇതല്ല അവസ്ഥ എന്നാണ് പുള്ളിക്കാരൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ പാകിസ്ഥാനിൽ സൈന്യത്തിന് സ്വന്തം പരമാധികാരമാണ്. അവർ സ്വയമേ തീരുമാനമെടുത്ത് നടപ്പിലാക്കുകയാണ്. അതേപോലൊരവസ്ഥയാണ് ഇന്ത്യയിലുമെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതായിരിക്കില്ല കഥ. ഇന്ത്യ നേരെ കയറി അവിടെ കയറി അങ്ങ് അടിച്ച് നിരത്തുകയായിരിക്കും ചെയ്യുക. പക്ഷേ ഇവിടെ സൈനികർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം, സർക്കാർ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം, ഒരു കാരണവശാലും അവിടുത്തെ ജനങ്ങളെയോ അവിടുത്തെ സൈന്യത്തെയോ നേരിട്ട് ആക്രമിക്കരുതെന്നാൽ അത് ഞങ്ങൾ പാലിച്ചു എന്നാണ് പുള്ളി പറഞ്ഞു വെച്ചത്. പക്ഷെ ഇതൊന്നും വാർത്തയായില്ല. വിമാനം താഴെ വീണു, അതാണ് വാർത്തയായത്. അല്ല, അപ്പൊ ഈ പൊട്ടന്മാർക്ക് മനസ്സിലാവില്ലേ, ഒരു യുദ്ധം നടക്കുമ്പോൾ രണ്ട് ഭാഗത്ത് നാശനഷ്ടങ്ങൾ ഉണ്ടാകുക. നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടന്നോ? ഇപ്പൊ അവരുടെ തീവ്രവാദ ക്യാമ്പുകളാണ് നമ്മൾ ലക്ഷ്യമിട്ടത്, അത് തകർത്ത് തരിപ്പണമാക്കിയോ? അതിന് തൊട്ടടുത്തുള്ള ഒരു പള്ളിക്ക് പോലും കേടുപാട് സംഭവിക്കാതെയാണ് നമ്മൾ പിന്നെ ഭീകര താവളങ്ങൾ അടിച്ച് തരിപ്പണമാക്കിയത്. അതുപോലെ തന്നെ അവരുടെ പിന്നെ എയർബേസുകൾ, നൂർഖാൻ എയർബേസിൽ തൊട്ടപ്പോഴാണ് ഇവര് പെട്ടെന്ന് കാല് പിടിച്ചോണ്ട് വെടിനിർത്തൽ കരാറിലൊക്കെ ഒപ്പുവെക്കുക എന്ന് പറഞ്ഞ് വന്നത്. ചുമ്മാ ഒരു പ്രശ്നം ഉണ്ടാക്കുക. ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിൽ തകർന്നു, ഓപ്പറേഷൻ സിന്ദൂർ വിജയം കണ്ടില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള കോൺഗ്രസിന്റെ നാടകം. സ്വാഭാവികമായിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിരോധ മന്ത്രിക്കും മോദിക്കും രാഷ്ട്രീയമുണ്ട്. അവരുടെ രാഷ്ട്രീയത്തിനൊത്ത രീതിയിൽ അവർ പ്രവർത്തിക്കുകയുള്ളൂ ആയിരിക്കാം ചിലപ്പോൾ. കാരണം ഇനി അടുത്ത തെരഞ്ഞെടുപ്പിന് അവർക്ക് ജനങ്ങളെ അഭിമുഖീകരിക്കാനുണ്ട്. അതുകൊണ്ട് അവരുടെ രാഷ്ട്രീയം അവർ ഈ ഒരു സമയത്ത് ചിലപ്പോൾ മുതലാക്കാൻ ശ്രമിക്കുമായിരിക്കാം. പക്ഷേ ഇന്ത്യൻ സൈന്യം അങ്ങനെയല്ലല്ലോ. അവർക്ക് രാഷ്ട്രീയമില്ലല്ലോ, അവർക്ക് രാജ്യസുരക്ഷയില്ലേ പ്രധാനം. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഒരു വിട്ടുവീഴ്ച അവർ ആ സുരക്ഷയെ കൃത്യമായി തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പിന്നെ എന്തിനാണ് പ്രതിപക്ഷം ഇപ്പോൾ ഇത്തരത്തിലൊരു വിവാദവുമായി രംഗത്തെത്തുന്നത്? അതായത് യുദ്ധത്തിൽ നമുക്കുണ്ടായ നഷ്ടം എന്തെന്ന് അറിയണം, അതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇതിനു മുമ്പ് നമ്മളൊരു ഇതേപോലെ ഒരു സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്നു, കാർഗിൽ യുദ്ധസമയം. ആ സമയത്ത് ഇന്ത്യൻ സൈന്യം കൈവരിച്ച നേട്ടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സ്ഥലങ്ങൾ എത്രത്തോളം പിടിച്ചെടുത്തു, അത് മാത്രമേ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൂ. അവിടെയും ഇന്ത്യൻ സൈന്യത്തിന് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കണക്കോ മറ്റു കാര്യങ്ങളോ ഇതുവരെ ആരും അന്വേഷിച്ചിട്ടുമില്ല. അത് പുറത്തുവിടേണ്ട ആവശ്യവുമില്ല. കാര്യം നമ്മളെ സംബന്ധിച്ച് ഒരു സംഘർഷത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ കൈവരിച്ച നേട്ടങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നേടിയോ ഇല്ലയോ എന്നുള്ളതാണ്. അതിൽ നഷ്ടങ്ങൾ സ്വാഭാവികമാണ്. അതിൻ്റെ കണക്കെടുക്കാൻ പോയാൽ പിന്നെ അതിനെ നേരം കാണുള്ളൂ. ഇക്കാര്യത്തിൽ സൈന്യം നേരത്തെ തന്നെ പറഞ്ഞ നിലപാട് തന്നെയാണ് പ്രസക്തമായിട്ടുള്ളത്. ആ സൈന്യം എന്താണ് പറഞ്ഞത്? ഒരു കോമ്പാക്ട് സെനാരിയോയിൽ, ഒരു യുദ്ധമുന്നണിയിൽ നഷ്ടങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ പാകിസ്ഥാൻ പറഞ്ഞ 6 വിമാനങ്ങളുടെ എണ്ണം അത് ഇതുവരെ ആരും അംഗീകരിച്ചിട്ടില്ല. പാകിസ്ഥാൻ സൈന്യം പറയുന്ന 3 റാഫേൽ ഇന്ത്യയുടെ അടിച്ചിട്ടെന്നാണ്. അത് റാഫേൽ കമ്പനിക്കാർ പോലും അത് സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ആ ആരോപണത്തിന് അല്ലെങ്കിൽ ആ അവകാശവാദത്തിന് ഇപ്പോഴും ഒരു പ്രസക്തിയുമില്ല, അടിസ്ഥാനവുമില്ല. പക്ഷേ ഇവർ പറയുന്നതിൽ കാര്യം ഇല്ല എന്ന് നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. കാര്യം നഷ്ടം ഉണ്ടായിട്ടുണ്ടാകും, പക്ഷേ അതിൻ്റെ വ്യാപ്തി ഇത്രത്തോളം വലുതാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. പക്ഷേ അങ്ങനെ നഷ്ടത്തിൻ്റെ കണക്കെടുപ്പ് നടത്തേണ്ട ഒരു സമയമല്ലേ ഇത്. കാര്യം ഇന്ത്യ എന്താണോ ലക്ഷ്യമിട്ട് അത് നേടി. പാകിസ്ഥാൻ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ അവർ ഭീകര പ്രസ്ഥാനമാണ്, ഭീകര കേന്ദ്രമാണെന്നുള്ളത് നമുക്ക് തെളിയിക്കാൻ പറ്റി. അതിനെക്കുറിച്ചാണ് ചർച്ച വേണ്ടത്. അല്ലാണ്ട് എത്ര വിമാനങ്ങൾ പോയി, എത്ര ജവാന്മാരുടെ ജീവത്യാഗമുണ്ടായി, എത്ര വെടിയുണ്ട പൊട്ടി, എത്ര തോക്കെടുത്തു, ഇതൊക്കെ എണ്ണിക്കൊണ്ടിരുന്നാൽ പിന്നെ അതിനെ നേരം ഉണ്ടാവുള്ളൂ. അതെ.